വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കല്ലയം വഴി നമ്മൾ ഇങ്ങോട്ട് കയറി വന്ന വഴിയിലുള്ള കാഴ്ചകളാണ് കാണുന്നത്. ഇവിടെ ഒരുപാട് മരങ്ങളും പച്ചപ്പാട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് വീഡിയോ ഒക്കെ കാണാം. ഈ റോഡ് ഒരു വണ്ടി വന്നാൽ ഒരു വണ്ടിക്ക് പോകാൻ പറ്റാത്ത ഒരു റോഡാണ്. ഒരു വണ്ടി വന്നാൽ ഒരു വണ്ടിക്ക് പോകാൻ പറ്റില്ല, അങ്ങനെയുള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ നമ്മൾ ഈ റോഡിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടല്ലോ. ഒരു വണ്ടി വന്നാൽ ഒരു വണ്ടിക്ക് പോകാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ എല്ലാം വലിയ വണ്ടികളൊക്കെ കിടപ്പുണ്ട്. ഇത് നമ്മൾ കല്ലയം ചെന്ന് കയറും. ഇവിടെയൊക്കെ വേണ്ട വില്ലയും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. സംഭവം ഈ ചെറിയ വഴിയാണെങ്കിൽ ഒരു വണ്ടി വന്നാൽ ഒരു വണ്ടിക്ക് പോകാൻ പറ്റില്ല. ഇവിടെ വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. റോഡെല്ലാം മോശമാണ്. ആൾക്കാർ ഇഷ്ടംപോലെ താമസിക്കുന്നുണ്ട്. ഇത്ര ഭാഗമുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ റോഡ് നല്ല റോഡാണ്. ഈ ചെറിയൊരു മുടുക്കാണ്. മണ്ണന്തലയിലോട്ട് തന്നെ പോവാം. റോഡ് വന്ന് മണ്ണന്തല എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് കയറുന്ന സ്ഥലമാണ്. മണ്ണന്തലയ്ക്ക് പോകുന്ന റോഡാണ് ഇത്. കൊടപ്പനക്കുന്ന് കോഴി ഫാം അതാണ്. കോഴി ഫാമിൻ്റെ അങ്ങോട്ട് പോകുന്ന റോഡാണ്. നേരെ ചെന്നിട്ട് കല്ലയം നല്ല വീതി കൂടിയ റോഡ്. ഉള്ള ആ ചെറിയൊരു മുടുക്കിൽ നിന്ന് ഇങ്ങോട്ട് മാറിയപ്പോഴത്തേക്ക് നല്ല വീതി കൂടിയ നല്ല റോഡ്, സെറ്റ് റോഡ്. ഇവിടെ ഫ്ലാറ്റിൻ്റെയൊക്കെ പണികൾ നടക്കുന്നുണ്ട്. അത് റോഡാണ്. ഇത് കല്ലയം. അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കല്ലയം. ഇവിടെയൊക്കെ നല്ല പൂക്കളും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ ഇടത്തോട്ട് പോകുന്നത് കല്ലയത്തോട്ടെല്ലാം സെൻറ് തോമസ് മുക്കോല, വട്ടപ്പാറ, വലത്തോട്ട് മണ്ണന്തല, ഇടത്തോട്ട് നമ്മളെന്തായാലും മണ്ണന്തല പോകുന്ന റോഡിലേക്ക് കയറി. അപ്പോൾ നമ്മൾ മണ്ണന്തലയിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പോകുന്ന വഴിയിൽ തെർമോക്കോളിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്. സെൻറ് തോമസ് സ്കൂളിൻ്റെ ആ റോഡ് പേരക്കുടയിൽ നിന്ന് വരുന്നതും നമ്മളെ ഈ കല്ലയത്തു നിന്ന് വരുന്ന റോഡും കൂടി ഒന്നിച്ച് ചേരുന്ന സ്ഥലമാണിത്. ഇതുണ്ട് ഒരു വലിയ ആലൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഒരു വലിയൊരു ചെറിയൊരു ഹോട്ടലൊക്കെ ഉണ്ട്. അതുകൊണ്ട് നേരെ നമ്മൾ ഫ്രണ്ടിൽ കാണുന്നത് അവിടെ പൊറോട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ സെൻറ് തോമസ് സ്കൂളിൻ്റെ അടുത്തോട്ട് എത്തിക്കും. സെൻറ് തോമസ് സ്കൂൾ അതാണ് നമ്മുടെ മുക്കോല സെൻറ് തോമസ് സ്കൂളിൻ്റെ അടുത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സ്കൂളും അതിനകത്താണ്. അതിനകത്താണ് സെൻറ് തോമസ് സ്കൂൾ. നമ്മുടെ ഈ കടകളുടെ കാഴ്ചകളും നമ്മൾ ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ കുറവംകുണം, വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നേരെ പോയി കഴിഞ്ഞാൽ മണ്ണന്തല. ഈ സൈഡിലൊക്കെ നല്ലൊരു ചായക്കട, റിസോർട്ട്, അങ്ങനെ എന്തോ സംഭവം കൂടെ ഉണ്ട്. എന്തെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
മണ്ണന്തല ജംഗ്ഷൻ കേട്ടോ. മണ്ണന്തല ജംഗ്ഷനാണ് ഈ കാണുന്നത്. താഴോട്ട് പോകുന്നത് നമ്മൾ കവടിയാറ് ദേവസ്ഥാനപുരം അങ്ങനെ പോകുന്ന റോഡാണ് താഴോട്ട് ആ കാണുന്നത്. ഇപ്പുറത്തെ സൈഡ് ഈ സൈഡിലോട്ട് പോകുന്നത് നമ്മൾ മണ്ണന്തല വട്ടപ്പറമ്പ്, ഇടത്തോട്ട് വന്ന് പൗടിക്കുണം. ഇതിപ്പോൾ വട്ടപ്പറമ്പ് വന്ന റോഡ്. ഇവിടെ കുറെ കാറുകളൊക്കെ കൊടുക്കായിട്ടുണ്ട്. വണ്ടി സെയിലിട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ഇവിടെ വന്നാൽ കഴിഞ്ഞാൽ വണ്ടിയൊക്കെ നല്ല വണ്ടികൾ നോക്കി വാങ്ങിച്ചെടുക്കാം. ഇവിടെ ഈ ചെടി വയ്ക്കാൻ വേണ്ടി ചെടിച്ചട്ടികൾ നല്ല മനോഹരമായ ചെടികൾ അപ്പുറത്തെ ചായക്കടയിലാണ്. വണ്ടി വേഗത്തിൽ വണ്ടി ഓണടില്ല. ഓണം ഇഷ്ടംപോലെ സ്ഥലമാണ്. ഇവിടുത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഒരു ഇതില്ല, പാഞ്ഞടിച്ചാൽ വരുന്നത് ബസ് വരുന്നുണ്ട് ആ സൈഡിൽ കൂടി. നമ്മൾ റോഡിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. വണ്ടികൾ പോകുന്നത് വരുന്നതും എല്ലാം കാണാം. നമ്മൾ ഇനി അടുത്ത കാറിലേക്ക് പോവാം. അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോവാം. നമ്മൾ വണ്ടിയിലേക്ക് കയറാൻ പോവുകയാണ്. അടുത്ത സ്ഥലത്തേക്ക് ലാൻഡ് ചെയ്യാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. അടഞ്ഞില്ല, ഡോർ അടഞ്ഞില്ല. ഓക്കെ, ഇവിടെ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പ്ലംബിങ്ങിൻ്റെ സാധനങ്ങൾ, അങ്ങനെയുള്ള കരണ്ടി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും. കുട്ട അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്. നല്ല മീൻചാറ്, മീൻചാറ്, ചാള, മത്തിയില്ലേ, മത്തി, പപ്പടം, പുളിശ്ശേരി, ചമ്മന്തി മരിച്ചിനി, ക്യാബേജ് തോരൻ, തീയല്, സാമ്പാർ, പുളിശ്ശേരി, മനോഹരമായ പള്ളി, നമ്മുടെ മണ്ണന്തല പള്ളിയുടെ കാഴ്ചകൾ കാണുന്ന ഭാഗമാണ്. മണ്ണന്തല പള്ളി, ഫ്രണ്ടേജ് റോഡ്. തിക്കും തിരക്കും ആയി മോഡൽ ഗേൾസ് സ്കൂൾ അല്ലേ? അവിടുത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്.
ഭയങ്കര തിരക്കാണ്. സൈഡെല്ലാം ഭയങ്കര തിരക്ക്. എങ്ങോട്ടാണ് പോകുന്നത്? വീട്ടിലോട്ടാണ്. വീട്ടിലോട്ട് പോകുന്നിടത്തുള്ള കാഴ്ചകളാണ് കാണുന്നത്. ഇനി കൊണ്ടുവരുമ്പോൾ വെള്ളയമ്പലത്തിലെ ബ്ലോക്കാണ് ഈ കാണുന്നത് അല്ലേ? സിഗ്നലിലെ ബ്ലോക്കുകൾ. നമ്മൾ സ്കൂളിൽ പോയിട്ട് വരുന്ന വഴിയാണ്. ആ വരുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. പോയിട്ട് ആള് കട്ടിയർക്കാവ് അത്രേ ഉള്ളൂ. ആ അതെ അതെ അതെ. ഓ ശരി ശരി. ശാസ്തമംഗലമാണ്. ശാസ്തമംഗലം വഴിയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ഒരു വണ്ടി വന്ന് കയറണം. അവിടെ നിന്നൊരു പോലീസ് ജീപ്പ് അങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മൾ ഇവിടെ റൗണ്ടാണ്. പിള്ളേരൊക്കെ ഒരുപാട് പിള്ളേർ ബസ്സിന് വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ സൈഡിലുള്ള ഇഷ്ടംപോലെ പിള്ളേർ ബസ് സ്റ്റോപ്പാണ്. ഇഷ്ടംപോലെ പിള്ളേർ ബസ് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പക്ഷേ ബസ് ഇവിടെ ഒന്നും കാണുന്നില്ല. ഒരുപാട് നേരം കൊണ്ട് പിള്ളേർ വെയിറ്റ് ചെയ്ത് നിൽക്കുക. വരുമ്പോൾ എല്ലാം കൂടി വന്നിച്ച് പറവടോടാ വന്നുകൊണ്ടിരിക്കും. ഇവിടെ ഒരു നല്ലൊരു ഫുഡ് കടയുണ്ട്. ചായക്കട, ഫുഡ്, പിന്നെ എല്ലാം കടി ഐറ്റങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ കാസർഗോഡത്തെ ആശുപത്രിയുടെ അടുത്തായിട്ടുള്ള ഒരു കടയാണ്. ഈ വലത്തെ സൈഡിലോട്ട് പോകുന്നത് കാസർഗോഡ് ആശുപത്രിയാണ്. നമ്മുടെ ഈ വലത്തെ സൈഡ് റൈറ്റിലോട്ട് പോകുന്നത്. അവിടെ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ആശുപത്രി. ഇത് നമ്മളെ മരുന്നംകുഴി പുതിയ പാലം എന്ന് പറയും. പുതിയ പാലം. ഇതാ അവിടെ ഒരു ടൈൽ കടയുണ്ട്. മരുന്നംകുഴി പാലം കഴിഞ്ഞ ഉടനെ ഉള്ള കടകൾ. പാവയ്ക്ക 2 കിലോ 100 എന്നൊക്കെ പറയുന്നത് എഴുതി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെ കൊലക്കട, വാഴക്കൊലക്കട, പച്ചക്കറി ഇതാണ് മരുന്നംകുഴി ബസ് സ്റ്റോപ്പ്. ഇപ്പോഴത്തെ സൈഡിലൊക്കെ ചക്കയൊക്കെ വെച്ചിട്ടുണ്ട്. ഈ സൈഡിൽ കരിക്ക്, വാഴക്കല, ഇവിടെ അതുപോലെ മുട്ട, തേങ്ങ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. ഈ സൈഡിൽ ഇതൊരു പോലീസ് സ്റ്റേഷനാണ്. നമ്മുടെ മരുന്നംകുഴി പോലീസ് സ്റ്റേഷനാണ്. PTP പോകുന്ന റോഡാണ്. നേരെ കാണുന്ന റോഡ്. നമ്മൾ ഇടത്തോട്ട് പോകുന്ന വട്ടിയെടുക്കാം. അപ്പം ഇവിടെയൊക്കെ റോഡ് പണികളൊക്കെ ആയി അങ്ങനെ എല്ലാം ഇടിച്ചു പൊളിച്ച് റോഡിലൊക്കെ ഇരുന്ന വീടുകളൊക്കെ പണിതുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ടെമ്പോ 2 ബാക്കെടുക്കുകയാണ്. അതായത് സ്കൂളിലൊക്കെ പോയിട്ട് പിള്ളേരെ കൊണ്ടാക്കിയിട്ടൊക്കെ വണ്ടി കൊണ്ടിടുന്നതാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ രീതിയിൽ മഴയുണ്ട്. അത് കാരണം ഗ്ലാസ്സിൽ കൂടി നല്ലതായിട്ട് കാണാനുള്ളൊരു ബുദ്ധിമുട്ട് കാണും. ഇവിടെ പായസമൊക്കെ ഇരിപ്പുണ്ട്. ഈ അടുത്ത സൈഡിൽ ആവശ്യമുള്ളവർക്ക് പായസമൊക്കെ വാങ്ങിക്കാം. കാഞ്ഞിരമ്പാറ വരുന്ന വഴിക്കാണ്. ആ പെട്രോൾ പമ്പ് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ളത്. ഇവിടെ ബൈക്ക് സെയിലിന് വെച്ചിരിക്കുക. അതുകൊണ്ട് ഈ സൈഡിൽ ബൈക്കുകൾ സെയിലിന് വെച്ചിരിക്കുക. അതുകൊണ്ട് ഇവിടെ ഉള്ളി 4 കിലോ 100. സവാളയാണ് 4 കിലോ 100. ഉള്ളിയല്ല. ഇവിടെ കാഞ്ഞിരമ്പാറ പെട്രോൾ പമ്പിൻ്റെ അടുത്താണ് നമ്മൾ സവാള കടക്കുന്നത്. അവിടെ പാവയ്ക്കയും ജവർനെല്ലി ഇതെല്ലാം ഉണ്ട്.
ഇവിടെ മീനൊക്കെ വെച്ച് വയ്ക്കുന്നുണ്ട്. അവിടെ നത്തോലി, കൊഴിയാള അങ്ങനെയുള്ള മീൻ ഐറ്റങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. ഇത് കാഞ്ഞിരംപാറയാണേ, കാഞ്ഞിരംപാറ. ഇതാണ് മദ്യം, ബിയർ ബാറ്. അവിടെ വണ്ടിയുടെ കൊലക്കട, കൊലക്കട, മരിച്ചിനി വഴികളിലെല്ലാം ഉണ്ട്. അവിടെ ഒരു ഫാൻസി കട ഇരുന്നുണ്ട് സൈഡില്. പിന്നെ റോഡൊക്കെ ഇപ്പം നമ്മളെ ഈ വട്ടിയൂർക്കാവ് റോഡ് കുറച്ചും കൂടി വീതി കൂട്ടിയിട്ടുണ്ട്. വീതി കൂട്ടിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വീതി കൂട്ടി കെട്ടിയെടുക്കേണ്ടവരെല്ലാം കെട്ടിയെടുത്തിട്ടുണ്ട്. അതിലെല്ലാം കെട്ടിത്തിരിച്ച് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി വേറെ വർക്കുകൾ ഇനി ടാർ ചെയ്യാനും ബാക്കിയുള്ള ഇതൊക്കെ ഉള്ളെന്ന് തോന്നുന്നു. എവിടെയൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ട് എവിടെയൊക്കെ അത് പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുക. പോസ്റ്റുകളൊക്കെ മാറ്റാറുണ്ട്. ഇവിടെ മുസ്ലിം പള്ളി ഇതാണ്. ഇവിടെ വീട്ടുകാർക്ക് പോലീസ് സ്റ്റേഷൻ വലത്തെ സൈഡ്. ഇതാണ് നമ്മുടെ വട്ടിയൂർക്കാവ് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പഴയ ജംഗ്ഷനെല്ലാം മാറി. പഴയ ബിൽഡിങ്ങും ഇതൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ കൂര പോലത്തെ മാടം പോലെയുള്ള കടകളും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പം പൊളിച്ചു ഇറക്കി റോഡ് വീതി കൂട്ടിയപ്പോൾ അതെല്ലാം പൊളിച്ചു ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ വീതി കൂട്ടും. ഇനി റോഡിന് ഓൾറെഡി എല്ലാം റെഡിയായി കിടക്കുക. ഇനി പൊളിച്ച് മാറ്റി സെറ്റ് ചെയ്താൽ മാത്രം മതി. ഇവിടെയൊക്കെ ഇടത്തെ സൈഡിൽ ഒരു പച്ചക്കറി കട. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ക്ഷേത്രം, അയ്യപ്പൻ കോവിൽ വട്ടിയൂർക്കാവ്. ഒരാളുടെ മൊബൈൽ നിലത്ത് വീണ് കിടന്നു. ഇപ്പോൾ നമ്മുടെ വണ്ടി കയറിയാണ്. അപ്പോൾ നമ്മളത് കണ്ടുകൊണ്ട് നമ്മൾ നിർത്തി കൊടുത്തു. അവർ ഇലക്ട്രിസിറ്റി ബോർഡിലും കണ്ട് ജോലിയുള്ളതാണ്. ഇലക്ട്രിസിറ്റി ബോർഡിലും കണ്ട് ജോലിയുള്ളവരാണ്. പക്ഷേ മൊബൈൽ നിലത്ത് കിടന്നു. വണ്ടി കയറിയിരുന്നെങ്കിൽ ഇന്നിപ്പം പണിയായാലും. എന്തായാലും നമ്മൾ കണ്ടുകൊണ്ട് അവിടെ നിർത്തി കൊടുത്തു. നല്ല സ്പീഡിൽ വല്ലതാണ് വന്നിരുന്നെങ്കിൽ ഇന്ന് ആ മൊബൈൽ ചങ്കർ ഒന്നാകാൻ അല്ലേ. അവിടെ ഈ ടോപ്പൊക്കെ കഴിഞ്ഞ് പറഞ്ഞാൽ തന്നെ കണ്ട ഇവിടെ പാവയ്ക്ക കടയുണ്ട്. പിന്നെ ഇവിടെ ഒരു പുതിയൊരു മീൻ മാർക്കറ്റ്, പുതിയൊരു മീൻകട തുടങ്ങി. നമ്മുടെ റോഡ് ഒരു കാച്ചിനും കൊള്ളാത്ത റോഡാണ്. എൻ്റെ ഇവിടെ പോകുന്ന വഴി കണ്ടോ, ഓരോരുത്തന്മാർ പോകുന്ന പോക്ക് കണ്ടോ. വണ്ടി ഇടിച്ച വണ്ടിയൊക്കെ കൊണ്ടുവന്ന് ടോപ്പൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ വാഴട്ടോണം എന്ന് വരുന്ന ഒരു വളവാണ്. മെല്ലിൻ്റെ അടുത്തുള്ള വളവിൻ്റെ കേസാണ് ഞാൻ പറഞ്ഞത്. ഒരു വണ്ടി രണ്ട് വണ്ടി അപ്പുറം വന്നു കഴിഞ്ഞാൽ ഒരാൾ നടക്കുകയാണെങ്കിൽ നമ്മൾ നിർത്തി കൊടുത്താലേ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ വണ്ടി ഓടിക്കാൻ പാടാണ്. വളവ് വണ്ടിക്ക് ഇങ്ങനെ വന്ന് കയറും. അവിടെ വീതിയും കുറവാണ്. സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് നമുക്ക് വേണം. അപ്പം നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് നാളെ വീണ്ടും കാണാം.